ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. ഞാനിപ്പോൾ മലയാളത്തിൽ കേട്ടൊരു കഥയാണ്. അത് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. ഇംഗ്ലീഷിൽ മാത്രമായിട്ടാണ് കഥ പറയുന്നത്. പിന്നെ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുമുണ്ട്. അതിനടിയിൽ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആവശ്യക്കാർ മാത്രം നോക്കിയാൽ മതിയാകും. ഒട്ടും അറിയുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം ആ ഇംഗ്ലീഷ് സെനൻസിന്റെ മലയാളം മീനിങ് താഴെ നോക്കിയാൽ മതിയാവും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കഥ പറയുന്ന സമയത്ത് നിങ്ങൾ ആ സീൻ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് മൈൻഡിൽ ആ സീൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ മലയാളം പറഞ്ഞ് ഇംഗ്ലീഷ് പറയുകയോ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം അർത്ഥം ആലോചിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവില്ല. ഇംഗ്ലീഷ് സ്പീഡിൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കഥയിലേക്ക് കിടക്കാം. കഥ പറഞ്ഞു നോക്കാം. അപ്പോൾ കഥ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ അർത്ഥം മനസ്സിലാക്കുക. എന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ സീൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിൻ്റെ ആ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. പറയുന്നത് എന്താണോ അത് നിങ്ങൾ മനസ്സിൽ കാണുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ കഥയുടെ നെയിം തമ്പനയിൽ കൊടുത്തിരുന്നു, ക്രാക്ക്ഡ് പോട്ട്സ്. വൺസ് അപ്പോൺ എ ടൈം there were 20 beautiful flower pots in a grand palace. One day, a servant was cleaning all flower pots. While cleaning, a pot accidentally fell down and cracked. The king became angry. He was so fond of those flower pots. So, he ordered a death sentence for a servant to be carried out within 10 days. The servant was sent to prison to await his execution. After 3 days, an old man came to meet the king. He said, "Your Majesty, I can repair the cracked pot. Please give me a chance." The king agreed. The old man was to see the cracked pot and other 19 beautiful ones. Suddenly, he picked up a stick and broke all the pots, one by one. The king was shocked and furious, but the old man smiled and said, "Your Majesty, you gave a death sentence to a servant for breaking just one pot. I have broken all the pots. Please order my execution too. Unless I do it, anyone who accidentally breaks a pot may face the death. Now I have saved 19 future lives. I am so happy." The king became silent. He realized his mistake. He immediately ordered the release of the servant. This story has a good moral. True justice must come from wisdom, not anger. Punishment should be fair, not cruel. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി കേൾക്കുക, എന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.